അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ എനിക്കിവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള കുറേ പരിപാടിയുണ്ട് കേട്ടോ. വീട് ക്ലീനിങ് ചെയ്യാനുണ്ട്. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യാം കേട്ടോ. സത്യം പറഞ്ഞാലേ 2 ദിവസം വിരുന്ന് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. തിരിച്ച് വീട്ടിലെത്തിയാൽ എനിക്ക് പിന്നെ പോകേണ്ടിയില്ലായിരുന്നു എന്നൊക്കെ തോന്നിപ്പോകും കേട്ടോ. ആ ഒരു അവസ്ഥയാണ് വീടിൻ്റെ കോലമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ. വീട്ടിൽ നിന്ന് എപ്പം വന്നാലും എന്തെങ്കിലും ഉണ്ടാവും കേട്ടോ നമുക്ക് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ ആദ്യം തന്നെ പത്തിരിയും ചിക്കനും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എത്തിയാൽ എന്തായാലും വിശക്കും, പിന്നെ കുറേ പണികളുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ചായ കാച്ചിട്ട് അതിലേക്ക് പത്തിരിയും ചിക്കനും കൂട്ടിയിട്ട് കഴിച്ചു കേട്ടോ. ഇന്ന് പോന്നപ്പോഴേ ഉമ്മ കൊടുത്ത് വെച്ചിട്ടുള്ളത് ഈന്തപ്പഴയും സപ്പോട്ടയും അതൊക്കെയാണ് കേട്ടോ. പിന്നെ അതൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പത്തിരിയും ചിക്കനും എടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെ അതൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ നമ്മൾ വേഗം അകത്തേക്ക് വന്നിട്ട് റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റായിട്ട് വിരിച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു റൂമിൽ ഇതാ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് പുതിയത് വിരിച്ചു, ബാക്കിയുള്ള ബെഡ്ഷീറ്റൊക്കെ ഒന്ന് അലക്കാൻ വേണ്ടിയിട്ട് എടുത്തു കേട്ടോ. പിന്നെ തലയണയും കാര്യങ്ങളൊക്കെ ഇവിടെ പിന്നെ പൊതുവെ ആരും കിടക്കാറില്ല കേട്ടോ. ആരെങ്കിലുമൊക്കെ വരുമ്പോൾ മാത്രമേ കിടക്കലുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ തൽക്കാണി ഇവിടെയാണ് കേട്ടോ വെക്കാറുള്ളത്. അങ്ങനെ ആ റൂമും ഒന്ന് സെറ്റാക്കിയിട്ട് വെച്ചു കേട്ടോ. ഒന്ന് വിരിച്ചിട്ട് പിന്നെ മറ്റേ റൂമും ഒന്ന് വിരിച്ചിട്ടു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ മുറ്റത്ത് നല്ല പോലെ വെയിലുണ്ട് കേട്ടോ. ഇപ്പം തിരുമ്പിയിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പക്ഷേ തിരുമ്പാനുള്ള ആ ഒരു സമയമൊന്നുമില്ല കേട്ടോ. വേഗം ബാക്കിയുള്ള പണിയെടുത്തിട്ട് ലാസ്റ്റാണ് കേട്ടോ അലക്കാൻ നിൽക്കുക. 2 ദിവസമായിട്ടുള്ളൂ കേട്ടോ വീട്ടിൽ പോയിട്ട്. അത് കാണാൻ മാത്രം ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഒരു ദിവസമായാലും അത്യാവശ്യം നല്ല പോലെ പൊടിയുണ്ട്. അതേപോലെ മാറാല ചെറുതായിട്ട് മാറാലൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ എത്ര തട്ടിയാലും ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ വേഗം മാറാലയും സംഭവങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതേപോലെ കൂടെ തന്നെ ചെതലുണ്ട് കേട്ടോ. ഞാനിപ്പോൾ നോമ്പിനെ നെഞ്ചുളിയും പരിപാടിയൊക്കെ എടുക്കുന്നത് കൊണ്ട് തന്നെ മാറാലൊക്കെ നല്ല പോലെ തട്ടി ഓടൊക്കെ നല്ല പോലെ തട്ടിയത് കൊണ്ട് തന്നെ ഇപ്പോൾ ചെതൽ ഒന്നും കൂടി അധികമായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കൊന്ന് മരുന്നടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതധികമായി. പിന്നെ അതൊക്കെ നമ്മൾ അടിച്ചുകൂട്ടി വാരിയെടുത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇതാ നേരെ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. 2 ദിവസം വീട്ടിലില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇത്. മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയിട്ട് പിന്നെ ഞാൻ ബാക്കിയുള്ള പണിക്കൊക്കെ പോകുള്ളൂ. മീൻസ് എന്താ ഫുഡ് ഉണ്ടാക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കേട്ടോ. ഇപ്പോൾ ഇന്നിതാ ഞാൻ മൊത്തം ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. 2 ദിവസത്തെ ക്ലീൻ ആക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചമ്മലും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയോട് കൂടിയിട്ട് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ കുറച്ചൊരു ടാസ്ക് ആയിരിക്കും. എൻ്റെ നനച്ചുളിയും കാര്യങ്ങളൊക്കെ ഒന്നും ഏകദേശമൊക്കെ സമാപനത്തിൽ എത്തുന്നുണ്ട് കേട്ടോ. പക്ഷേ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയാലേ കുറച്ചൊരു സമാധാനം ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ഇതാ ബറാത്തൊക്കെ വരികയാണല്ലോ. അപ്പോൾ ബറാത്തിൻ്റെ മുന്നായിട്ട് തീർക്കണം എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. പിന്നെ തറവാട് വീടായതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ചെയ്താലും അത് കാണാനുണ്ടാവില്ല കേട്ടോ. എന്ന് വിചാരിച്ചിട്ട് ക്ലീൻ ആക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും നമ്മൾ തന്നെ വീണ്ടും പിന്നീട് ക്ലീൻ ആക്കേണ്ടി വരും. അത് കുറച്ച് നേരത്തെ ആയാൽ നമുക്ക് ഈസി ആവും കേട്ടോ. പിന്നെ നമുക്ക് ഡെയിലി നമ്മൾ തുടക്കവും അടിച്ചാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒന്ന് മാറാലയും സംഭവങ്ങളൊക്കെ ഒന്ന് തട്ടിക്കൊടുത്ത് അങ്ങനെ അങ്ങോട്ട് പോയാൽ സത്യം പറഞ്ഞാൽ ഭാരമായിട്ട് തോന്നില്ല കേട്ടോ. പണികളൊന്നും നമുക്ക് ഭാരമായിട്ട് തോന്നുന്നത് എന്താ പറയുക, നമ്മൾ ഉള്ളിൽ മടി ഉണ്ടായിട്ടാണ് കേട്ടോ. മടി മാക്സിമം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കൊക്കെ തളർന്നാൽ താങ്ങാൻ ആളില്ലാന്നുണ്ടെങ്കിലേ നമ്മൾ എന്തായാലും നമ്മളെ മടിയൊക്കെ മാറ്റിയിട്ട് നമ്മളെ പണികളൊക്കെ ചെയ്യും കേട്ടോ. നിങ്ങളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, എത്ര പണി നമ്മളവിടെ കുന്നു കൂട്ടിയിട്ടാലും ഇപ്പുറത്ത് നമുക്കതൊന്ന് ചെയ്ത് തരാൻ ഒരാളില്ലെങ്കിൽ എന്തായാലും നമ്മൾ എണീറ്റിരുന്നിട്ട് പോയിട്ട് ആ പണിയൊക്കെ ക്ലീൻ ആക്കും കേട്ടോ. ഒക്കെ ഒന്ന് റെഡിയാക്കി വീട് അത്രയും മനോഹരമാക്കി വെക്കാൻ പറ്റും അത്രയും നമ്മൾ ചെയ്യും കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കേണ്ടത് എന്താ അറിയോ, ഞാൻ എടുക്കേണ്ട പണി, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ അത് അതിൻ്റെ പക്ക ക്ലിയറായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ എനിക്കും സമാധാനമാണ്, എനിക്കൊരു സ്വസ്ഥതയായിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ഇതാ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നേ, അതൊക്കെ ഒന്ന് കേകി വെച്ചിട്ട് ഇതാ മുറ്റത്തേക്ക് വരികയാണ് കേട്ടോ. ഇപ്പോൾ ഇതാ 2 ദിവസം വീട്ടിലില്ലാത്തതിൻ്റെ അവസ്ഥയാണ്. പിന്നെ ഇവിടെ ഒരു മഹാഗണി ഇലയൊക്കെ കൊയ്യാനായിട്ടുണ്ട് കേട്ടോ. ഇത് മൊത്തം ഒന്ന് കൊയ്ഞ്ഞ് തീർന്നാൽ എന്താ പറയുക, ഒരു സമാധാനം ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ഇത് മൊത്തം ഇതേപോലെ അടിച്ചരി ചുടണം കേട്ടോ. അപ്പോൾ ഈ മഹാഗണീൻ്റെ ഇലയൊക്കെ ഇങ്ങനെ വേഗം പാറിപ്പോവുമല്ലോ. അപ്പം ഞാൻ അത് ചുട്ടതായിരുന്നു കേട്ടോ ഇന്നാൾ പോകുന്ന ആ സമയത്തെ. അങ്ങനെ ഞാൻ ഇവിടെ കുറച്ച് വർഗ്ഗുണ്ടായിരുന്നേ, അതൊക്കെ ഞാൻ വേറെ സ്ഥലത്തേക്ക് മാറ്റിയിട്ട് മൊത്തം ഒന്ന് അടിച്ചാരി എടുക്കുന്നുണ്ട്. നമ്മളെ വീട്ടിലെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം നമുക്ക് നേരത്തെ എണീക്കാൻ പറ്റുമോ, നേരത്തെ എന്ന് വെച്ചാൽ നമുക്ക് ഉറക്കം ഒരു 8 മണിക്കൂർ നിർബന്ധമാണ്. ആ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ട് മാക്സിമം നമ്മൾ നേരത്തെ എണീക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. നേരത്തെ എണീറ്റിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്താൽ പിന്നെ നമുക്ക് കുറേ സമയം ഫ്രീ ആയിട്ടിരിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. എന്നാൽ പിന്നെ നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് തീരെ.
അങ്ങനെ ഇതാ ചമ്മലൊക്കെ അടിച്ചുകൂട്ടി വാരിയിട്ട് ഇതുപോലെ ഒരു ബക്കറ്റിൽ കൊണ്ടുപോയിട്ട് ഇട്ടാളാണ് കേട്ടോ. അപ്പോൾ ഈസി ആവും കേട്ടോ കൊണ്ടുപോയി ഇട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഇവിടെ ഈ ഒരു ഉച്ചനേരം ആയതുകൊണ്ട് തന്നെ നല്ല പോലെ പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് മൊത്തത്തിലൊന്ന് കൊടിഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ അടിച്ചാരി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. പിന്നെ മട്ടലും അതേപോലെ അതിൻ്റെ സംഭവങ്ങളൊക്കെ വീണിട്ടുണ്ടായിരുന്നേ. അതൊക്കെ ഒന്ന് പൊറുക്കി വെച്ചതിന് ശേഷം പിന്നെ മൊത്തം ഒന്ന് അടിച്ചാരി എടുക്കുകയാണേ. മാഷാ അല്ലാ ഒരുപാട് പേര് കമൻറ്റ് അയക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കമൻറ്റ് അയച്ചിട്ട് അതിന് റിപ്ലൈ കൊടുക്കാനും ഞാൻ ചിലപ്പം മറന്നു പോകുന്നതോ അല്ലെങ്കിൽ കാണാതെ പോകുന്നതോ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ ഇനിയുള്ള വീഡിയോസിലും എല്ലാത്തിലും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനിപ്പോഴും വീഡിയോസൊക്കെ ഇട്ട് പോകുന്നത്. കാരണം ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസിനും ഒരു നല്ല കമൻറ്റ് കിട്ടുന്നതോട് കൂടിയിട്ട് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നൊന്ന് കരകയറാൻ ഞാൻ എപ്പോഴും എന്നെ ബിസിയാക്കി വെക്കാൻ നോക്കും കേട്ടോ. അത്രത്തോളം ബിസി ആവുന്ന അത്രത്തോളം എനിക്ക് എന്താ പറയുക ടെൻഷനും കാര്യങ്ങളൊക്കെ കുറയാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എപ്പോഴും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളിൽ ബിസി ആവാൻ വേണ്ടിയിട്ട് നോക്കട്ടെ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കാനുള്ള ടൈം ഉണ്ടാവില്ല. കാരണം നമുക്ക് ഇപ്പുറത്ത് അത്രക്കും ബിസി ആയിട്ടുള്ള ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്ത് തീർക്കാനുണ്ടാവും. അപ്പം നമ്മളെ മൈൻഡിലേക്ക് നമ്മൾ ഇത്രക്കും പ്രയാസപ്പെടുന്ന കാര്യങ്ങളൊന്നും മൈൻഡിലേക്ക് ആ സമയത്ത് വരുമല്ലോ കേട്ടോ. പിന്നെ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും ടോയ്ലറ്റ് പോകുന്ന സമയത്തും ഒക്കെ ആയിരിക്കും നമുക്കിത് ഓർമ്മ വരിക കേട്ടോ. അപ്പോൾ മാക്സിമം നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലേ മാക്സിമം നമ്മൾ ബിസി ആയിരിക്കാൻ വേണ്ടിയിട്ട് നോക്കിയാൽ മതി കേട്ടോ. സംസാരിച്ച് എൻ്റെ പണികൾ ഏകദേശം കഴിയാനായിട്ടുണ്ട് കേട്ടോ. ഞാൻ അലക്കാൻ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ അലക്കിയിട്ട് തോരയിട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ആ നനഞ്ഞതോട് കൂടിയിട്ട് തന്നെയാണ് വേഗം ആകമൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ ഞാൻ നമ്മളെ കൊലായി ഉണ്ടല്ലോ അത് തുടച്ചെടുത്തു കേട്ടോ 2-3 പ്രാവശ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡൈനിങ് ഹാളും റൂമും ഒക്കെ അടുക്കള ഭാഗത്തൂടെ അങ്ങനെ തുടച്ചു. പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും തന്നെ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാ നല്ലൊരു അടിപൊളി പാൽ ചായ മക്കൾക്കും എനിക്കും കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് കൂടെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു എന്താ പറയുക സ്നാക്സ് ഉണ്ട് കേട്ടോ. അതും കൂടി കഴിക്കുകയാണേ. അതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ വൈകുന്നേരത്തെ ചായക്കുടിയും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെക്കും ബൈ. അസ്സലാമു അലൈക്കും.